നമസ്കാരം. യുഎസുമായി ചർച്ച പുനരാരംഭിക്കാൻ ഇറാൻ തിടുക്കം കാണിക്കുന്നില്ല എന്നും പന്ത് അമേരിക്കയുടെ കോർട്ടിലാണ് എന്നും ഇറാൻ വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്തു. ഇസ്ലാമാബാദ് ചർച്ച പരാജയപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇറാൻ വിശദീകരണവുമായി രംഗത്ത് വന്നത്. ചർച്ചയിൽ ന്യായമായ ആവശ്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. യുഎസ് തെറ്റായ കണക്കുകൂട്ടലുകൾ നടത്തിയെന്നും ഇറാന് ന്യായമായി തോന്നിക്കുന്ന ഒരു കരാറിൽ അമേരിക്ക ധാരണയിൽ എത്തുന്നതുവരെ ഹോർമൂസ് കടലിടുക്കിലെ സ്ഥിതി മാറില്ലെന്നും ഇറാൻ മാധ്യമങ്ങൾ വ്യക്തമാക്കി. അടുത്തഘട്ട ചർച്ചകൾക്ക് സാധ്യമായ തീയതിയോ സ്ഥലമോ നിശ്ചയിച്ചിട്ടില്ല. ചർച്ചയിൽ അമിതമായ ആവശ്യങ്ങളാണ് യുഎസ് മുന്നോട്ട് വച്ചതെന്നും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ നിയന്ത്രണം പൂർണ്ണമായും അവസാനിപ്പിക്കുക, യുറേനിയം സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കുക എന്നിങ്ങനെ യുഎസ് മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങൾ ഇറാൻ നിരസിക്കുകയായിരുന്നു. ലെബനാനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിലും ധാരണയിലെത്താൻ കഴിഞ്ഞില്ല. യുദ്ധത്തിൽ വെടിനിർത്തലിന് യുഎസുമായി മറ്റൊരു ചർച്ച നടത്താൻ ഇറാൻ പദ്ധതിയില്ലെന്ന് ഇറാനിയൻ പ്രതിനിധി സംഘവുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഫാർസ് വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചർച്ചയിൽ നിന്ന് പിന്മാറാൻ അമേരിക്കൻ സംഘം ഒരു ഒഴികഴിവ് തേടുകയായിരുന്നു എന്നും ഇറാൻ പ്രതിനിധി സംഘത്തെ ഉദ്ധരിച്ച് ഇറാൻ മാധ്യമങ്ങൾ ആരോപിച്ചിട്ടുണ്ട്. യുഎസ് പ്രതിനിധികൾ തങ്ങളുടെ ആവശ്യങ്ങളിൽ ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് പോലും തയ്യാറായില്ലെന്നും യുദ്ധസമയത്ത് നേടിയെടുക്കാൻ കഴിയാത്തത് നയതന്ത്രത്തിലൂടെ നേടാൻ ശ്രമിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾ ഒരു കരാറുമില്ലാതെ അവസാനിപ്പിച്ചുവെന്ന് ഇറാന്റെ പ്രസ് ടിവിയും റിപ്പോർട്ട് ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ മുഖം രക്ഷിക്കാൻ അമേരിക്കയ്ക്ക് ചർച്ച ആവശ്യമായിരുന്നു. ഇറാനുമായുള്ള യുദ്ധത്തിൽ പരാജയവും സ്തംഭനാവസ്ഥയും ഉണ്ടായിട്ടും അവരുടെ ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അവർ തയ്യാറായില്ല, ഇറാൻ മാധ്യമങ്ങൾ പറഞ്ഞു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്ന ഇറാൻ യുഎസ് സമാധാന ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ യുഎസ് വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇസ്ലാമാബാദിൽ നിന്ന് മടങ്ങിയിരുന്നു. ആണവായുധം വികസിപ്പിക്കരുതെന്ന അമേരിക്കൻ നിബന്ധനകൾ അംഗീകരിക്കാൻ ഇറാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കരാറുണ്ടാക്കാൻ സാധിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് വാൻസിന്റെ മടക്കം. അതേസമയം ഇറാനും അമേരിക്കയും നിരവധി വിഷയങ്ങളിൽ ധാരണയിലെത്തിയിട്ടുണ്ടെന്നും 2-3 പ്രധാന കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ഖമേനി പറഞ്ഞു. 40 ദിവസത്തെ അടിച്ചേൽപ്പിക്കപ്പെട്ട യുദ്ധത്തിനു ശേഷമാണ് ഈ ചർച്ചകൾ നടന്നത്. അവ സംശയത്തിന്റെയും അവിശ്വാസത്തിന്റെയും അന്തരീക്ഷത്തിലായിരുന്നു. ആദ്യമേ ഒരു കൂടിക്കാഴ്ചയിൽ ഒരു കരാറിലെത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അതാരും അത് പ്രതീക്ഷിക്കുന്നില്ല, ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിക്കുകയും ചെയ്തു. ഇതിനിടെ 21 മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്ക് വാർത്താ സമ്മേളനം നടത്തിയാണ് യുഎസ് വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ് ഇസ്ലാമാബാദ് വിട്ടത്. 1979 ശേഷമുള്ള അമേരിക്കൻ ഇറാനിയൻ ഉദ്യോഗസ്ഥർ മുഖാമുഖം വന്ന ഉന്നത നയതന്ത്ര ചർച്ചയായിരുന്നു നടന്നത്. ആണവായുധം സംബന്ധിച്ച് ഇറാൻ നിലപാടിൽ മാറ്റം വരുത്താതെ കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കില്ലെന്ന് സൂചനയും വാൻസ് നൽകിയിട്ടുണ്ട്. ആണവ സമ്പുഷ്ടീകരണം സംബന്ധിച്ചാണ് വർഷങ്ങളായി അമേരിക്കയും ഇറാനും തമ്മിൽ തർക്കം നടക്കുന്നത്. ആണവ ആയുധങ്ങൾ നിർമ്മിക്കില്ലെന്നും ആണവോർജ്ജ പരിപാടി മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. എന്നാൽ സമീപ വർഷങ്ങളിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് വർദ്ധിപ്പിച്ചതാണ് യുഎസിനെയും സഖ്യകക്ഷികളെയും ആശങ്കയിലാഴ്ത്തിയത്. ഇതേ തുടർന്ന് 2 തവണ യുഎസും ഇറാനും യുദ്ധത്തിലേർപ്പെട്ടു. ഇറാൻ ഇപ്പോഴും സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്നാണ് വ്യക്തമാകുന്നത്.